പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാൻ തോമസ് ചാൻതുറമ്പിൽ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് UK-യിൽ ചെഷയർ എന്ന പ്രവിശ്യയിലെ ഹെയിൽ ബാൺസിലുള്ള ചരിത്രപ്രസിദ്ധമായ ഹോളി ഏഞ്ചൽസ് ദേവാലയം പരിചയപ്പെടുത്തുന്നതിനാണ്. സ്കൂൾ പ്രവർത്തിക്കുന്ന സമയത്ത് ഇവിടെ വന്നു കുട്ടികളെ ഒന്നും നമുക്ക് വീഡിയോയിൽ പകർത്താൻ പറ്റില്ല. ഇവിടുത്തെ നിയമം അതൊന്നും അനുവദിക്കുന്നില്ല. ഈ സെയിന്റ് അംബ്രോസ് കോളേജിന്റെ പ്രവേശന ഭാഗത്ത്, റിസപ്ഷൻ ഭാഗത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമുക്കിവിടെ കയറി കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഈ ക്യാമ്പസ് കാണാൻ കഴിയുന്നത് തന്നെ ഒരു വലിയ അനുഗ്രഹമായിട്ട് തോന്നുന്നു. ഇംഗ്ലീഷുകാർ പ്രകൃതിയെ വളരെയേറെ സ്നേഹിക്കുന്ന ആളുകളാണ്. സ്നേഹിക്കുക മാത്രമല്ല, അവരത് സംരക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ക്യാമ്പസിനകത്തെ മരങ്ങളും ചെടികളും എല്ലാം, വൃക്ഷങ്ങളെല്ലാം വളരെ കാര്യഗൗരവമായി തന്നെ അവര് പരിപാലിക്കുന്നുണ്ട്. അത് ഇവിടുത്തെ ജനത്തിന്റെ ഒരു സംസ്കാരമാണ്. ഇതൊരു വലിയ എസ്റ്റേറ്റ് ആയിരുന്നു. ഈ സ്ഥലം സംഭാവന ചെയ്ത മരിയ എന്ന് പറയുന്ന വ്യക്തി അവരുടെ ഫാം എസ്റ്റേറ്റ്, പാർട്ടിങ്ടൺ ഫാം എസ്റ്റേറ്റ് എന്നാണ് ഇതറിയപ്പെട്ടിരുന്നത്. ആ എസ്റ്റേറ്റിലെ ഭാഗങ്ങളാണ് സ്കൂളിനും കോളേജിനും ദേവാലയത്തിനും ഒക്കെ ആയിട്ട് അവർ സംഭാവന ചെയ്തിട്ടുള്ളത്. ഈ ദേവാലയം അവര് സംഭാവന ചെയ്തത് അവരുടെ മകൾക്ക് വേണ്ടിയാണ്. സ്കൂളിൽ നാട്ടില് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു തന്നെ അതിന് നേതൃത്വം കൊടുത്തതാണ്. ഇപ്പോഴത്തെ ട്രസ്റ്റ് വളരെ ഭംഗിയായിട്ട് ഇത് മാനേജ് ചെയ്യുന്നുണ്ട്. ആ കാണുന്നതാണ് സ്കൂൾ കോളേജിന്റെ എൻട്രൻസ്. ഇവിടുത്തെ വിദ്യാഭ്യാസം, ഇവിടെ ഒരു അഡ്മിഷൻ കിട്ടുക, പ്രവേശനം ലഭിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ വലിയ ഒരു അഭിമാനമായിട്ടാണ് UK-യിലെ ഒരുവിധ ആളുകളെല്ലാം കരുതുന്നത്. കാരണം ഇന്റലക്ച്വലായിട്ട് അത്രയേറെ പവർഫുൾ ആയവർക്കാണ് ഇതിനകത്തോട്ട് കയറി വന്ന് പ്രവേശനം നേടി അധ്യാപകനും നടത്താൻ സാധിക്കുകയുള്ളൂ. ഈ കാണുന്നതാണ് സ്കൂളിന്റെ ഫ്രണ്ട് ഗേറ്റ്. ഹെയിൽ ബാൺസിന്റെ പ്രധാന വീതിയിലൂടെയാണ് കാറുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്കൂളിന് അങ്ങോട്ടും ഇനി കുറേയേറെ ഭാഗങ്ങളുണ്ട്. അതെല്ലാം ക്ലാസ് മുറികളും ലബോറട്ടറികളും ലൈബ്രറിയും ഒക്കെ ആയിട്ട് അവിടെ ആവിഷ്കരിച്ചിരിക്കുകയാണ്. വളരെ മനോഹരമായ രീതിയിൽ, ഏറ്റവും ആധുനികമായ രീതിയിൽ ഈ സ്ഥാപനം പടുത്തുയർത്തിയിരിക്കുന്നു. അത് മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഇടവ സമൂഹത്തിന് അഭിമാനിക്കാവുന്ന ഒരു വലിയ കാര്യം. ക്യാമ്പസ് എത്ര കണ്ടാലും നമുക്ക് കൊതി തീരില്ല. അത്ര മനോഹരമായിട്ടാണ് അത് സംരക്ഷിക്കുന്നതും കാത്തുപരിപാലിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. ഞാനിവിടെയുള്ള പല മലയാളി സുഹൃത്തുക്കളെയും കണ്ട് സംസാരിച്ചപ്പോൾ ഈ കോളേജിനകത്ത് അഡ്മിഷൻ കിട്ടുക വലിയ ഒരു സംഭവമായിട്ടാണ് അവർ പറയുന്നത്. കോളേജിന്റെ ഗ്രൗണ്ട് ഒന്ന് നോക്കിയാൽ, സ്പോർട്സ് ഗ്രൗണ്ട്, ഈ വലിയ വിശാലമായ ഗ്രൗണ്ടിനകത്ത് തന്നെ ഒത്തിരി കോർട്ടുകൾ രണ്ട് സൈഡിലും, അതും കമ്പിവലയിട്ട് വളരെ സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കുട്ടികൾക്ക് കായിക വിനോദം ചെയ്യുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ രണ്ട് കോർട്ടിലും മുന്നിലെ വിശാലമായ ആ പറമ്പിനകത്തൊക്കെ കാണാൻ കഴിയും. സ്കൂളിന്റെ പ്രാധാന്യം, കോളേജിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന്
മനസ്സിലാക്കാൻ ഈ വലിയ ക്യാമ്പസ് തന്നെ മതി. ഹെയിൽ ബാൻസിലെ ആദ്യകാലത്ത് കത്തോലിക്കർ വളരെ കുറവായിരുന്നു. ആംഗ്ലിക്കൻ സഭയ്ക്കായിരുന്നു നേതൃത്വം. പഴയ കാലത്ത് ഈ കോമ്പൗണ്ട് ഇങ്ങനെയായിരുന്നു. ഈ കാണുന്നത് പള്ളിയുടെ തൊട്ടു പിന്നിലുള്ള പ്രകൃതിദത്തമായ ഒരു ചെറിയ വനം പോലെ ആണ്. പ്രകൃതിയെ അതിൻ്റെ അതേ രൂപത്തിലും ഭാവത്തിലും സംരക്ഷിക്കുക, കാത്തുപരിപാലിക്കുക എന്നത് ഇംഗ്ലീഷുകാരുടെ ഒരു മഹനീയ ദർശനമാണ്. നമ്മുടെ നാട്ടിലെ പോലെ മരങ്ങളും ചെടികളും ഒന്നും അവർ വെട്ടി നശിപ്പിക്കുകയില്ല. അതിനൊക്കെ അതിൻ്റെതായ രീതിയിൽ തന്നെ അതവിടെ സംരക്ഷിക്കും. ആദ്യകാലത്ത് ഇതൊരു വലിയ ഫാം എസ്റ്റേറ്റ് ആയിരുന്നു. ആ എസ്റ്റേറ്റിൽ അന്ന് കാലത്തുണ്ടായിരുന്ന മരങ്ങളൊക്കെ ഇപ്പോഴും സംരക്ഷിച്ചു പോരുന്നു എന്നുള്ളതാണ് ഇവരുടെ പ്രകൃതി സ്നേഹത്തിൻ്റെ ഒരു നിദർശനമായി നമുക്ക് തോന്നുന്നത്. പള്ളിയുടെയും സ്കൂളിൻ്റെയും തൊട്ട് ചേർന്നുള്ള ഈ ചെറിയ ഒരു ഉൾക്കാട് നോക്കിയാൽ ഇവിടെ വന്ന് നല്ല ശുദ്ധവായു ശ്വസിച്ച് നമുക്കൊന്ന് നടക്കാൻ കഴിയാന്ന് പറയുമ്പോൾ അത് എത്രയോ മനോഹരമായ ഒരു അനുഭവമായിരിക്കും. ഇന്ന് ഈ ഇടവകയെ നയിക്കുന്നത് ഒരു മലയാളിയായ കൊല്ലം ജില്ലയിലെ അഞ്ചൽ സ്വദേശി റവ് ഫാദർ മാത്യു തോമസ് ആണ്. വിശുദ്ധനായ ചാവറ ഏലിയാസ് അച്ഛൻ സ്ഥാപിച്ച CMI സഭയിലെ അംഗമാണ് അദ്ദേഹം. ഉത്തരേന്ത്യയിൽ CMI പ്രൊവിൻഷ്യലേറ്റിലെ അംഗമാണ്. ഫാദർ മാത്യൂസ് ഇതിനു മുന്ന് UK തന്നെ മറ്റിടവകകളിലും വിഹാരിയായി ജോലി ചെയ്തിട്ടുണ്ട്. ഹെയിൽ ബാൺസ് പ്രദേശത്തെ ഹോളി ഏഞ്ചൽസ് എന്ന ഇടവകയുടെ ഈ ദേവാലയത്തിൻ്റെയും ഇവിടുത്തെ സ്കൂള്, കോളേജ്, മറ്റിതര സ്ഥാപനങ്ങൾ കൂടാതെ ഒരു ആസ്പത്രിയുടെയും മേൽനോട്ടം അദ്ദേഹം വഹിക്കുന്നു. ദേവാലയത്തിലെ ഭക്തജനങ്ങളുടെ ആത്മീയ ഉണർവിന് വേണ്ട തിരുക്കർമ്മങ്ങൾ മുഴുവൻ നടത്തുന്നതോടൊപ്പം ഇവിടുത്തെ ഇടവകക്കാരുടെ സംഘടനാ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം വേണ്ട മാർഗനിർദ്ദേശം നൽകുന്നുണ്ട്. വളരെ ആത്മാർത്ഥമായി ശുഷ്കാന്തിയോടെ ഇവയെല്ലാം നോക്കി നടത്തുന്ന അച്ഛൻ വളരെ കാഴ്ചപ്പാടോടെയാണ് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ മുന്നിട്ടിറങ്ങുന്നത്. വളരെയേറെ എളിയ രീതിയിൽ ആരംഭിച്ച ആദ്യകാല ഇടവക സമൂഹം അന്നത്തെ ഇടവകയിലെ സ്ത്രീകളൊക്കെ അവരവരുടെ വീട്ടിൽ കേക്കുണ്ടാക്കി അത് കൊണ്ടുവന്ന് ഇടവക സമൂഹത്തിന് സെയിൽ ചെയ്യുകയും അതുപോലെ ജംബിൾ സെയിലുകൾ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് ഈ ദേവാലയം ഇത്രയും മനോഹരമായി നിർമ്മിക്കുന്നതിനുള്ള പണം സംഭരിച്ചത്. ആ കഷ്ടപ്പാടുകളൊക്കെ ഇവിടുത്തെ കത്തോലിക്ക സമൂഹം ഏറ്റെടുത്തത് നന്ദിയോടെ ഓർക്കേണ്ടതാണ്. ഷൂസ് ബെറി രൂപതയുടെ അധ്യക്ഷനായ ബിഷപ്പ് ജോൺ മർഫി, കാനൻ ജോൺ ഡോണലി, ഫാദർ ജെറാൾഡ് മാക്ഡൊണാൾഡ് എന്നിവരുടെ ഇതിൻ്റെ ആരംഭ കാലഘട്ടത്തിലുള്ള അക്ഷീണ പ്രയത്നങ്ങൾ സ്മരിക്കാതെ പോകുന്നത് അക്ഷന്തിവ്യമായ ഒരു തെറ്റായിരിക്കും. അതുകൊണ്ട് അവരെ കൂടി ഓർത്തുകൊണ്ട് ഇന്ന് ഫാദർ മാത്യൂസ് തോമസിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയെയും ഇടവക സമൂഹത്തെയും ഒരിക്കൽ കൂടി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദേവാലയത്തെ പരിചയപ്പെടുത്താൻ ടോം ടോക്സ് തൃശ്ശൂർ ചാനലിന് കഴിഞ്ഞത് വലിയൊരു ഈശ്വരാനുഗ്രഹമായി സ്വയം
സമാധാനിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു. ചേച്ചി ഇത്ര വേഗം സാധനങ്ങൾ വാങ്ങി എത്തിയോ? അത് പിന്നെ സാറിന് വിരുന്നിന് ആളുണ്ടെന്നും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കണം എന്നും പറഞ്ഞപ്പോ ഞാൻ അങ്ങ് സ്പീഡ് കൂട്ടി. ചേച്ചിയെ കേപ്പിൽ ശുദ്ധിങ്ങടുത്തേ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? വിരുന്നിന് വരുന്നവർക്ക് ഭാഗ്യമുണ്ട്. എന്തായാലും ഷെഫ് സാറിന്റെ കൈ കൊണ്ടുണ്ടാക്കിയതല്ലേ. എന്നാൽ ആ ഭാഗ്യവതി ചേച്ചിയാ. ഈ സ്പെഷ്യൽ ഒക്കെ ചേച്ചിക്കുള്ളതാണ്. ഹാപ്പി ബർത്ത്ഡേ ചേച്ചി. ശുദ്ധമായ KPL ശുദ്ധി ഉപയോഗിച്ച് പാചകം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയവും അറിയാതെ ശുദ്ധമാവും. KPL ശുദ്ധി, ഹൃദയം ശുദ്ധം.